ഹായ്, വെൽക്കം ടു ജൂണോസ് വേൾഡ്. ഈ സമ്മർ ടൈമിൽ ഇച്ചിരി ദൂരത്തോട്ടൊക്കെ പോവാമല്ലോ ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തലങ്ങും വിലങ്ങും ഞാൻ തിരക്കുന്നത് സംഭാരം കൊടുക്കുന്ന കടയുണ്ടോ, ഇളനീര് കൊടുക്കുന്ന കടയുണ്ടോ എന്നൊക്കെയാണ് കേട്ടോ. വണ്ടിയിൽ പെട്രോൾ അടിക്കുന്ന കൂട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സംഭാരം ഇളനീരും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, ഞാൻ റോട്ടിൽ തന്നെ കിടക്കും. അങ്ങനെ ആലപ്പിയിൽ നിന്ന് നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. കുമ്മാമ്മക്കട. നല്ല പേരല്ലേ? ആ പേര് കാരണം തന്നെ നമ്മളവിടെ കയറി കേട്ടോ. പേര് പോലെ തന്നെ അത്യാവശ്യം വെറൈറ്റി ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നെ പോലെ നല്ല നാടൻ വിഭവങ്ങളോട് ശകലം കൊതി കൂടുതലുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ആ വഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറിയേരെ എന്തായാലും ഇഷ്ടപ്പെടും. നട്ടുച്ചയും നല്ല വെയിലും ആയതുകൊണ്ട് മീൽസ് തന്നെ പറഞ്ഞു. കൂട്ടത്തിൽ ഒരു കണവത്തോരനും പറഞ്ഞു. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വിശപ്പായിരുന്നോണ്ട് ഫുഡ് കഴിഞ്ഞതേ അറിഞ്ഞില്ല. ഒരു ഹെവി മീൽസ് കഴിച്ചതിന്റെ ക്ഷീണം മാറ്റാൻ വാട്ടർമെലൺ ജ്യൂസും കൂടെ കയറ്റി. അങ്ങനെ വയറ്റിലൊരു ഇഞ്ച് പോലും സ്ഥലം ബാക്കി വെക്കാതെ തിന്നു പിടിച്ച് ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങി. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ചെണ്ടമേളം കണ്ടേ. ചെണ്ടമേളം എവിടെ കണ്ടാലും നമ്മൾ അവിടെ നിൽക്കും. ഈ കൊട്ടുന്നവരുടെ എനർജി കാണാൻ തന്നെ ഒരു രസമാണ്. നമ്മൾ കണ്ട് എൻജോയ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവരെ എൻജോയ് ചെയ്ത് കൊട്ടുന്നത് കാണാൻ ഭയങ്കര രസമാണ്. ഏതോ അമ്പലത്തിലെ എന്തോ പരിപാടിയായിരുന്നു അത്. അത്രയും വലിയൊരു തേര് ഇങ്ങനെ ഇച്ചിരി പേര് തള്ളി നീക്കി കൊണ്ടുപോകുന്നത് കാണുമ്പോൾ തന്നെ പേടിയായിരുന്നു. നമ്മൾ അടുത്ത് തന്നെയായിരുന്നു നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. മണ്ടയിലോട്ട് വല്ല ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമെന്നൊക്കെ ആയിരുന്നു എനിക്ക് പേടി. ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴിക്ക്, അതായത് റിട്ടേൺ പോകുന്ന വഴിക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാണാൻ കിട്ടിയാൽ നല്ല രസമാണ്, ബോറടിക്കത്തില്ല. അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരുന്നപ്പോൾ ഉണ്ടടാ വേറെ ഒരു കാഴ്ച. ഒരു സ്ഥലത്തിന്റെ പേരാണ് മാന്തുക. ഈ നാട്ടുകാരൊക്കെ എന്തുദ്ദേശമാണോ എന്തോ, ഞാൻ നല്ലതായിട്ട് എന്തായാലും മാന്തി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അതാണ്ടേ ജാഥ പോകുന്നു. നോട്ട് ദി പോയിന്റ്. ഇത് ഇപ്പോഴത്തെ വീഡിയോ ഒന്നും അല്ല, ഏപ്രിൽ നടന്ന കാര്യമാട്ടോ. എനിക്ക് മടി ലേശം കൂടുതലായതുകൊണ്ട് ഏപ്രിലെ കാര്യമൊക്കെ ജൂണിലെ കാര്യമൊക്കെ ചിലപ്പോൾ അടുത്ത കൊല്ലമായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. പ്ലീസ് എക്സ്ക്യൂസ്. പിന്നെ ആസ് യൂഷ്വൽ പോകുന്ന വഴി അത്രയും ഇളനീര് കുടിക്കലും മുട്ട് തിരുമ്മലും മുതുക് തിരുമ്മലും ഒക്കെ ആയിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഉരുണ്ട് പരണ്ട് കരഞ്ഞ് ട്രാഫിക് ജാമിലൊക്കെ കിടന്ന് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ട്രിവാൻഡ്രം എത്തിയ ഉടനെ അമ്മൂനെ നമ്മൾ വിളിക്കാൻ പോയി. അവളെ അവിടെ ഒരു ഡേ കെയറിലാക്കിയിട്ടായിരുന്നു ഞങ്ങൾ പോയത്. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഒത്തിരി ഹാപ്പി ആയിരുന്നു കേട്ടോ. അവളാണെങ്കിൽ ആദ്യം എൻ്റെ അടുത്തോട്ടാണ് ഓടി വന്നത്. അതിൽ കൂടുതൽ സന്തോഷം പിന്നെ പറയാനുണ്ടോ. അങ്ങനെ അവളെയും കൂട്ടി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. അങ്ങനെ ആലപ്പി സീരീസ് ഇവിടെ കഴിയുവാണ്. പുതിയ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.